ആപ്പിളിൻ്റെ ഐപാഡ് എയർ 2024 ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ 60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐപാഡ് എയർ 2024 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 2 ഡിസ്പ്ലേ സൈസുമായിട്ട് വരുന്ന വെർഷൻസ് വരുന്നുണ്ട്. 11 ഇഞ്ചിൻ്റെ ഒരു വെർഷനും അതുപോലെ തന്നെ 13 ഇഞ്ചിൻ്റെ ഒരു വെർഷനും. 11 ഇഞ്ച് വെർഷനിൽ റെസൊല്യൂഷൻ വരുന്നത് 2360x1640 ആണ്. 13 ഇഞ്ച് വെർഷനിൽ റെസൊല്യൂഷൻ വരുന്നത് 2732x2048 ആണ്. ഈ 2 ടാബുകളിലും ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. LCD ഡിസ്പ്ലേ ആണ്, OLED ഡിസ്പ്ലേ വരുന്നില്ല. OLED പാനൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിന്. എന്തായാലും ഇതിൽ ലിക്വിഡ് റെറ്റിന LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ട്രൂ ടോൺ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ പീക്ക് ബ്രൈറ്റ്നസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 11 ഇഞ്ച് വെർഷനിൽ 500 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. 13 ഇഞ്ച് വെർഷനിൽ 600 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ കൂടിയ റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ OLED ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിരുന്നാൽ കുറച്ചും കൂടി നന്നായതിന് അറ്റ്ലീസ്റ്റ് കൂടിയ റിഫ്രഷ് റേറ്റെങ്കിലും കൊടുക്കായിരുന്നു. പിന്നെ ഇതിൽ ടച്ച് ഐഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവർ ബട്ടണിലാണ് ടച്ച് ID വരുന്നത്. വെയിറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 11 ഇഞ്ച് വെർഷന്റെ വെയിറ്റ് വരുന്നത് 462 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.1 mm ആണ്. 13 ഇഞ്ച് വെർഷന്റെ വെയിറ്റ് വരുന്നത് 617 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.1 mm ആണ്. പിന്നെ ഈ ഒരു ടാബിന്റെ ബ്ലൂ, പർപ്പിൾ, സ്പേസ് ഗ്രേ അതുപോലെ തന്നെ സ്റ്റാർലൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ M2 ചിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസറൊക്കെ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടാബുകളുടെ കാര്യത്തിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇത് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ടാബിന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പേഷ്യൽ ഓഡിയോ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിന്റെ ബേസ് വേരിയന്റിൽ 128 GB ഇന്റേണൽ ആണ് വരുന്നത്. അതുപോലെ തന്നെ 256 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 1 TB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. iPad OS 17 സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ 12 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും 12 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനിലാണ് ഈ ഒരു സെൽഫി ക്യാമറ വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും അത്യാവശ്യം നല്ല കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 11 ഇഞ്ച് വെർഷന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 59,900 രൂപയാണ്. അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 74,900 രൂപയാണ്. 13 ഇഞ്ച് വെർഷന്റെ കാര്യത്തിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 79,900 രൂപയാണ്. അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 94,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. പിന്നെ വേറെയും വെർഷൻസ് വരുന്നുണ്ട്. വില 1,45,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ എത്തുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 60,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. എന്തായാലും ഐപാഡ് എയർ 2024 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.